പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ലിറ്ററിന് കൂടുന്നത് 3 രൂപ വീതം. തിരുവനന്തപുരത്ത് 110 കടന്ന് പെട്രോൾ വില. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് UDF മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം ഇന്ന്. 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ ലീഗ്, 2 മന്ത്രിമാർക്കായി കേരള കോൺഗ്രസ്. സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ നിലപാട് മയപ്പെടുത്തി രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. ആരെയൊക്കെ മന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടെന്നും ചെന്നിത്തല. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPM-CPI തർക്കം തുടരുന്നു. CPM ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. നേതൃത്വത്തിനെതിരെ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പുനഃസംഘടന വേണമെന്ന് അംഗങ്ങൾ. SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകും. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മൂവാറ്റുപുഴയിൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശം. നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും. US ചൈന നിർണായക ചർച്ച ഇന്ന്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപിന്റെ കൂടിക്കാഴ്ച. ആണവായുധ കരാറിൽ ഒപ്പുവെക്കാനും സാധ്യത. ഹോർമുസ് വഴി കടന്നുപോകാൻ ചൈനീസ് കപ്പലുകൾക്ക് ഇളവ് നൽകി ഇറാൻ. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് വിജയം. തിലക് വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ ലക്നൌ പോരാട്ടം.